ഹായ് ഫ്രണ്ട്സ്, വിജയാസ് ഡിഷ് ഓഫ് ദി ഡേ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുക്കിംഗ് വീഡിയോയുമായിട്ടല്ല. മഴക്കാലത്ത് നമുക്ക് പച്ചക്കറികൾക്കും ചെടികൾക്കും കൊടുക്കാൻ പറ്റിയ ഒരു നല്ല ജൈവവളം എങ്ങനെ തയ്യാറാക്കാമെന്നാണ് ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത്. മഴക്കാലത്ത് നമുക്ക് ജൈവ സ്ലറി പോലുള്ള വളങ്ങൾ ഗ്രോ ബാഗിലും ചട്ടിയിലും ഒക്കെ വളർത്തുന്ന പച്ചക്കറികൾക്കും ചെടികൾക്കും ഒഴിച്ചു കൊടുത്താൽ അത് ചീഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് മഴക്കാലത്ത് ഇങ്ങനെയുള്ള വളങ്ങൾ ഉണ്ടാക്കി വെച്ചാൽ വളരെ ഉപകാരപ്രദമാകും. ഇതുണ്ടാക്കാൻ നമുക്ക് ഒരു ചിലവുമില്ല. നമ്മൾ കിച്ചണിൽ നിന്നും പുറത്തേക്ക് കളയുന്ന വേസ്റ്റ് മാത്രം മതി ഇതുണ്ടാക്കാൻ. ഇനി നമുക്ക് ഇതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ചായ ഇട്ട ശേഷം നമ്മൾ കളയുന്ന ചായക്കൊത്താണിത്. ഇത് ദിവസവും ഉള്ളത് കളക്ട് ചെയ്ത് ഫ്രീസറിൽ വെക്കണം. ഇതുപോലെ കുറച്ച് അധികമാവുമ്പോൾ എടുത്ത് ഒന്ന് കഴുകി അരിപ്പയിൽ അരിച്ചെടുക്കണം. അതിനുശേഷം നന്നായിട്ട് ഉണങ്ങിയെടുക്കണം. അങ്ങനെ ഉണങ്ങിയെടുത്തതാണിത്. ഇനി ഇത് നന്നായിട്ട് മിക്സിയിൽ പൊടിച്ചെടുക്കണം. ഇനി നമുക്ക് ഉള്ളിയുടെ തൊലി വേണം, അതും നമുക്ക് ഉണക്കിയെടുക്കണം. ഉള്ളിത്തൊലി ഉണക്കുമ്പോൾ നമുക്ക് ബക്കറ്റ് പോലെ കുഴിവുള്ള പാത്രങ്ങളിൽ വേണം ഉണക്കാൻ, ഇല്ലെങ്കിൽ അത് കാറ്റത്ത് പറന്നു പോകും. ഇതും നന്നായിട്ട് മിക്സിയിൽ ഇതുപോലെ പൊടിച്ചെടുക്കണം. ഇനി വേണ്ടത് മുട്ടയുടെ തോടാണ്. അതും നമുക്ക് കുറേ കളക്ട് ചെയ്ത് വെച്ച ശേഷം ഇതേപോലെ പൊടിച്ചെടുക്കണം. ഇനി വേണ്ടത് പഴത്തൊലിയാണ്. അത് നമുക്കിതുപോലെ ചെറുതായിട്ട് മുറിച്ച് വെയിലിൽ ഉണക്കിയെടുക്കണം. ഇതും മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം. അതിനുശേഷം ഈ പൊടികളെല്ലാം കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്ത് നല്ല ഉണങ്ങിയ ഒരു കുപ്പിയിലാക്കിയിട്ട് നമുക്ക് അടച്ച് സൂക്ഷിക്കാം. കൊന്നയുടെ ഇല കിട്ടാനുണ്ടെങ്കിൽ അതും കുറച്ച് ഉണക്കി പൊടിച്ചത് ഇതിൻ്റെ കൂടെ ചേർക്കാം, വളരെ നല്ലതാണ്. കൊന്നയിലയിൽ ധാരാളം നൈട്രജൻ അടങ്ങിയിട്ടുണ്ട്. കൊന്നയിലയ്ക്ക് പകരം മുരിങ്ങയില ഉണക്കി പൊടിച്ചതായാലും മതി. ഇതെല്ലാം മഴ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഉണക്കി പൊടിച്ച് വെക്കണം. ഇപ്പോൾ മഴക്കാലമായതുകൊണ്ട് പഴത്തൊലിയും തേയിലക്കൊത്തും നമുക്ക് ഉണക്കിയെടുക്കാൻ സാധിക്കില്ല. തൽക്കാലം ഉള്ളിത്തൊലിയും മുട്ടത്തോടും പൊടിച്ചെടുത്ത് നമുക്ക് ഈ മഴയത്ത് ഉപയോഗിക്കാം. ഇത് ചെടിക്കായാലും പച്ചക്കറിക്കായാലും അതിൻ്റെ ചുവട്ടിലെ മണ്ണ് അല്പം ഒന്ന് ചെറുതായിട്ട് ഇളക്കിയ ശേഷം ഇത് ഒരു പിടി ചേർത്തിട്ട് ഇളക്കി കൊടുക്കണം. ആഴ്ചയിൽ ഒരിക്കലോ 10 ദിവസത്തിലൊരിക്കലോ ഇത് ഇട്ട് കൊടുക്കാം. ഇത് മഴയുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ഒക്കെ ചെടിക്ക് കൊടുക്കാൻ പറ്റിയ നല്ല ഒരു ജൈവവളമാണ്. ചെടികളുടെ വളർച്ചയ്ക്കും ധാരാളം പൂക്കളും കായ്കളും ഉണ്ടാകാനും നല്ല ഒരു വളമാണിത്. ഇങ്ങനെ പൊടിച്ചെടുത്തത് ഇതുപോലൊരു കുപ്പിയിലാക്കി നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്ത് വെക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.